ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടണം, നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ അത് വെച്ചിട്ട് പഴമാങ്ങ കറി ഒന്ന് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് മാങ്ങ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിലുണ്ടെങ്കിൽ അതെടുക്കുക. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അല്ലെങ്കിൽ ചുമന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ചെറുതായി കളർ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഇതിൻ്റെയൊക്കെ കളർ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി, ഇപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ, നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ വേവുന്ന ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ വേവട്ടെ അവിടെ ഇരുന്ന്. ആ സമയം ആകുമ്പോഴേക്കും നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഈ മാങ്ങ അവിടെ നിന്ന് വേവട്ടെ കേട്ടോ. തേങ്ങ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ഈ വെന്ത മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അത് തേങ്ങ നമ്മളിതിലേക്ക് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഇട്ട് നമ്മൾ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈരാണ് ആവശ്യമുള്ളത്. അപ്പോൾ നല്ല കട്ട തൈര്, പുളി അധികം ഇല്ലാത്ത തൈരാണ്. അപ്പോൾ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മിക്സിയിലിട്ടൊന്ന് ആവശ്യത്തിന് കുറച്ച് തൈര് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം. തിളക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. തൈരിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ഓഫ് ചെയ്താൽ പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഉലുവയും കടുകൊക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ 2-3 വറ്റൽമുളകും കൂടി എണ്ണയിലിട്ടൊന്ന് വറുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ മിസ്സായപ്പോൾ ഇത് കടുക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉലുവയും കൂടി ചേർത്തിട്ട് നമ്മൾ പൊട്ടിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഉലുവിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ മുളകിൻ്റെ സമയത്ത് തന്നെ ഉലുവിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാമ്പഴം കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.